അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഞാൻ മാത്രം സംസാരിക്കല്ല, നമ്മളെല്ലാവരും കൂടി സംസാരിക്കുന്ന വിഷയമായിരിക്കും. കുടുംബം എന്തിനാണ് എന്നത് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. ചില റീസൺസ് ഉണ്ടാവും. ആ റീസൺസിലൂടെയാണ് നമുക്ക് അതിന് ഉത്തരം കണ്ടെത്താൻ. കുടുംബം എന്ന് പറയുന്നത് അത് എന്ന് തുടങ്ങി എന്ന് ആരംഭിച്ചു എന്നൊന്നും നമുക്ക് ചരിത്രത്തിൽ കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ മനുഷ്യൻ ജീവിതം ആരംഭിച്ചത് മുതൽ മനുഷ്യ നാഗരികതയിലുള്ള ഏറ്റവും പഴയ ഒരു സംവിധാനമാണ് കുടുംബം, ഒരു യൂണിറ്റാണ് കുടുംബം. മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയത് മുതലേ മനുഷ്യനെന്താണ്? കുടുംബമാണ്. ഇവിടെ ഖുർആൻ ആയത്തിൽ പാരായണം ചെയ്തൊരായത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളൊരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. ഇപ്പം മനുഷ്യ ജീവിതം ആരംഭിക്കുന്നത് തന്നെ കുടുംബമായിട്ടാണ്. കുടുംബമില്ലാതെ ലോക നാഗരികതയിൽ മനുഷ്യ ജീവിതം നടന്നു പോയിട്ടേ ഇല്ല. ഇപ്പം കുടുംബം അത്രമേൽ അനിവാര്യമാണ്. വിശുദ്ധ ഖുർആൻ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നത് മഴ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, രാവ് പകല്, സൂര്യൻ ചന്ദ്രൻ, ഇതിൻ്റെ കൂടെയാണ് കുടുംബം എന്ന് പറയുന്നത്. എന്തിനാ? വേറെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. 6236 ആയത്തുകൾ ഖുർആനിലുണ്ട്. അപ്പോൾ ഖുർആൻ കുടുംബത്തെ എന്തിനാണ് ഇവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നത്? അതായത് സൂര്യനും ചന്ദ്രനും ഇല്ലാതെ, രാവും പകലും ഇല്ലാതെ, മഴയില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, കുടുംബം ഇല്ലാതെ ജീവിക്കാൻ കഴിയും. അപ്പോൾ കുറച്ച് ആളുകൾ ഇപ്പോൾ പറയണം കുടുംബമൊന്നും ഇല്ലാതെയും ജീവിക്കാം എന്ന വാദമാണ്. ഇപ്പം ഏറ്റവും നല്ല ഒരു ക്യാപ്ഷൻ ലേറ്റ് മാരേജ് ലേറ്റ് ക്യാരേജ് എന്നാണ്. എന്നാൽ വൈകി വിവാഹം കഴിക്കുക, വൈകി കുട്ടികൾ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം അതല്ല പറയണേ. കുടുംബം എന്ന് പറയുന്നത് തകർന്നാൽ എന്തു സംഭവിക്കും? ആദ്യത്തെ തരം കുടുംബം ദുർബലൻ്റെ അഭയമാണ്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? കുടുംബം ദുർബലൻ്റെ അഭയകേന്ദ്രമാണ്. ഇപ്പോൾ ഉദാഹരണം, കൊടിയത്തൂർ അങ്ങാടിയിലൂടെ ഒരു ഭ്രാന്തനായ ആൾ നടന്നു പോവാണ്. അയാൾ നമുക്കൊരു ഭ്രാന്തൻ മാത്രമാണ്. പക്ഷെ അതൊരാളുടെ അച്ഛനാണ്, ഒരാളുടെ അമ്മയാണ്, ഒരാളുടെ വല്ലിപ്പയാണ്, ഒരാളുടെ മുത്തശ്ശിയാണ്, ഒരാളുടെ അമ്മാവനാണ്, ഒരാളുടെ എളാപ്പയാണ്. ഈ പരിഗണന ആ മനുഷ്യന് കിട്ടുന്ന ഭൂലോകത്തൊരൊറ്റ സംവിധാനമേ ഉള്ളൂ, അതാണ് കുടുംബം. വേറുള്ളവർക്കൊക്കെ അയാൾ ഭ്രാന്തനാണ്. ഡിസേബിളായൊരു മനുഷ്യൻ നടന്നു പോവാണ്. ആ മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ഭൂലോകത്ത് ഒരു സംവിധാനമില്ല കുടുംബമല്ലാതെ. ദുർബലനായ ആൾക്ക് എപ്പോഴും അഭയകേന്ദ്രം എന്തായിരിക്കും? കുടുംബം. അയാൾ സ്ട്രെങ്തൻ ചെയ്യുന്ന കുടുംബമായിരിക്കും. ഇപ്പം നമ്മൾ കോവിഡ് ഉണ്ടായപ്പോൾ 100 കണക്കിന് മനുഷ്യർ ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്? കോവിഡ് ബാധിച്ച് മരിക്കുന്നുള്ള പേടിയുണ്ടെന്നല്ല. 100 കണക്കിന് ആളുകൾ ഈ രാജ്യത്ത് മാത്രം ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ്? അവർക്ക് തിരിച്ചു പോവാൻ ഹോമില്ല, കുടുംബമില്ല. ഹോമും ഹൗസും തമ്മിൽ വ്യത്യാസം നിങ്ങൾ അധ്യാപകരായതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് ഹോം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. തിരിച്ചു പോകാൻ എവിടെ ഇല്ല? കുടുംബമില്ല. അപ്പോൾ റെയിൽ പാളത്തിലൂടെ അവർ രക്ഷമില്ലാതെ നടക്കാൻ തുടങ്ങി. ഒടുവിൽ ട്രെയിനിന് തലവെച്ച് അവരെന്ത് ചെയ്തു? ജീവിതം അവസാനിപ്പിച്ചു. 10-18 ആളുകളൊക്കെ ഒരേ സമയത്ത് റെയിൽ പാളത്തിൽ മരിച്ചു വീണു. പോകാൻ കുടുംബമില്ല, കയറി കിടക്കാൻ ആളില്ല. ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണേത്? വയനാട് എന്ന് പറഞ്ഞാൽ അത്രയും ജീവഹാനി സംഭവിച്ച ഒരു ദുരന്തം കേരളത്തിൽ ഇതുവരെ ഉണ്ടായില്ല. ഒരു വീട്ടിൽ ഒരു കൈ, ഞാൻ ആ സമയത്ത് വയനാട് അതിൻ്റെ പിറ്റേ ദിവസമുണ്ട്. ഇവിടെ നിലമ്പൂർ ഹോസ്പിറ്റലുണ്ട്. എൻ്റെ ജീവിതത്തിലും അവിടെ വളണ്ടിയറായി സേവനമനുഷ്ഠിച്ച ആളുകളുടെ ജീവിതത്തിലൊന്നും ഇന്ന് വരെ അവർ ചെയ്യാത്ത പ്രവൃത്തിയാണ് ചെയ്തത്. കാരണം കൈയും കാലും ബോഡിയുടെ പാർട്സുകളാണ് അവർ സംസ്കരിച്ചത്. ആളുകൾ വന്ന് നോക്കിയിട്ട് സൂട്ട് കേസ്, അവരുടെ ഇവിടെ മറ്റേ നഖത്തിൽ അവർ കൊടുക്കുന്ന ചായത്തിൻ്റെ കളറ് നോക്കിയിട്ടാണ് കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മോതിരം നോക്കിയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ മാറി വരുന്നുണ്ട്. എൻ്റെ അമ്മയാണ്, എൻ്റെ ഉമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം എന്താണ്? തല മാത്രമില്ല, ഉടലേ ഉള്ളൂ. അപ്പോൾ അവയവങ്ങൾ നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ ആലോചിച്ച് നോക്കാം. 116 ആളുകളെ ഇപ്പോഴും അവിടെ കണ്ടെത്തിയിട്ടില്ല. 116 ആളുകളെ കണ്ടെത്തിയില്ല. ഒരു വീട്ടിൽ 7 മനുഷ്യർ മഴവെള്ളം ഇങ്ങനെ ഇരച്ചു കയറി വരുമ്പോൾ ജനലിൽ പിടിച്ചു നിൽക്കുകയാണ് കുടുംബനാഥൻ. അയാളെ ചുറ്റി പിടിച്ചു നിൽക്കുകയാണ് അയാളുടെ മക്കള്.
അയാളുടെ ഭാര്യ, എല്ലാവരും പിടിച്ചു നിൽക്കുകയാണ്. 1-2 വെള്ളം വന്നു, 3-ാമത്തെ വെള്ളത്തിന് പിടുത്തം വിട്ടു. ഈ കൈ ജനലിങ്ങനെ പറിച്ചു നിന്നു. ബാക്കി മുഴുവൻ കിട്ടിയതും ബോഡി ചാലിയാറിലാണ്, നിലമ്പൂരിലാണ്. ഈ കൈ ആ ജനലിലവിടെ ഉണ്ട്. ഈ കൈയിൻ്റെ ഇവിടെ നിന്ന് പറഞ്ഞു പോയിരിക്കുകയാണ്. ബാക്കി മുഴുവൻ ആളുകൾ കിട്ടിയത് ചാലിയാറിന്. എത്ര കിലോമീറ്റർ? 10-40 കിലോമീറ്റർ അപ്പുറത്താണ് പാർട്സായ ബോഡികൾ. അപ്പം അവിടെ ഒരു കുടുംബത്തിൽ തീരെ ആളുകളില്ലാത്ത ആളുകളുണ്ട്, ഒരാൾ മാത്രമായ ആളുകളുണ്ട്. ഒരു മനുഷ്യൻ ഗൾഫിൽ നിന്ന് പോകുമ്പോൾ എല്ലാ കുടുംബം ഉണ്ട്. അതിൻ്റെ റീൽസൊക്കെ നമ്മൾ കണ്ടാണ്. അദ്ദേഹത്തെ യാത്ര അയക്കുന്നത്. തിരിച്ചു വന്നപ്പോൾ ആ റീൽസിലുള്ള ഒരാളുമില്ല, അയാൾ മാത്രമാണ്. ആ മനുഷ്യനോട് ചോദിച്ചാൽ മതി കുടുംബത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. 10,000 ക്ലാസ് കേൾക്കുന്നതിനേക്കാൾ ഗൗരവത്തിൽ അദ്ദേഹം പറയും. കാരണം തിരിച്ചു ചെല്ലാൻ ഒരു സ്ഥലമില്ലെങ്കിൽ, ചേർത്ത് പിടിക്കാൻ ഒരു മനുഷ്യനില്ലെങ്കിൽ, ആശ്വസിപ്പിക്കാൻ വാക്കുകൾ ഇല്ലാതെയായാൽ മനുഷ്യൻ സീറോ ആണ്. ഇതാണ് വമിന്നായാതിഹി, സൂര്യനും ചന്ദ്രനും പോലെ, മഴ പോലെ, അതുപോലെ ജീവിതത്തിലെ നമുക്ക് അനിവാര്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യവും. ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഏതാണ്? ഓക്സിജൻ നമുക്ക് ഒരു സമയത്തും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ചില ആൾ പറയും വെള്ളമാണ് പറയും, ചില ആൾ പറയും ഭക്ഷണമാണെന്ന് പറയും, ചില ആളുകൾ ഉറക്കമാണെന്ന് പറയും. അല്ല, ഉപ്പ മരിച്ചു കിടക്കുമ്പോൾ, അച്ഛനോ അമ്മയോ മരിച്ചു കിടക്കുമ്പോൾ ഒരു പ്ലേറ്റ് ബിരിയാണി കൊടുന്നാൽ നമ്മൾ വിശപ്പുണ്ടെങ്കിലും കഴിക്കുമോ? വിശപ്പുണ്ടെങ്കിൽ ഇറങ്ങൂല. ഒരു ഗ്ലാസ് വെള്ളം താഴേക്ക് പോവില്ല. ഉറക്കമുണ്ടെങ്കിലും 2 ദിവസം ഉറക്കൊഴിച്ച് 3-ാമത്തെ ദിവസമാണ് നിങ്ങളുടെ ഉമ്മ മരിക്കണതെങ്കിൽ ആ മയ്യത്തിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല. ഉറക്കത്ര അനിവാര്യമൊന്നുമല്ല. പക്ഷെ ഓക്സിജൻ വേണ്ടെന്ന് പറയാൻ പറ്റില്ല. ലോകത്തെ ഏറ്റവും മനുഷ്യന് അനിവാര്യമായ അനുഗ്രഹമാണ് ഓക്സിജൻ. ഏതു മതത്തിൽപ്പെട്ട ആളുകളായാലും അവരാരും പ്രാർത്ഥിക്കുന്ന ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ജഗന്നിയന്താവായ റബ്ബിനോട്, നാഥനോട്, ഈശ്വരനോട് എനിക്ക് ഓക്സിജൻ താ എന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടോ? അപ്പം നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യം അതല്ലേ? ഭക്ഷണം തരാൻ പ്രാർത്ഥിക്കാറുണ്ട്, വെള്ളം തരാൻ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഓക്സിജൻ കൊണ്ടാ എന്ന് പറഞ്ഞാൽ ആരും പ്രാർത്ഥിക്കണം ഞാൻ അതുവരെ കേട്ടിട്ടില്ല. നമുക്ക് ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ 2ാം കോവിഡ് സന്ദർഭത്തിൽ, 2ാം വേവ്സിൻ്റെ സമയത്ത് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാത്തത് കൊണ്ട് ഈ രാജ്യത്ത് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. ഇത്ര പോകുന്നൊരു കുറ്റിക്ക് 5,000-6,000 റുപ്യ വില ഉള്ളൂ. പക്ഷെ 15,000, 1 ലക്ഷം വരെ കൊടുത്താലും കിട്ടാത്ത അവസ്ഥ വന്നു. 70 വയസ്സായ അമ്മ മാസ്ക് നീക്കിയിട്ട് മകനോട് പറഞ്ഞു, നീ ശ്വസിച്ചോ, ഞാൻ 70 കൊല്ലം ജീവിച്ചില്ലേ എന്ന് പറഞ്ഞു മരണം സ്വീകരിച്ചു. ഇതൊക്കെ നമ്മൾ കൺമുന്നിൽ കണ്ടത്, ഒരു കഥയല്ല, ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ കൺമുന്നിൽ കണ്ട. അപ്പോൾ ഓക്സിജൻ ഉണ്ടായാൽ പിന്നെ മനുഷ്യന് ഏറ്റവും ആവശ്യം സമാധാനമാണ്, സ്വസ്ഥതയാണ്. സ്വസ്ഥതയാണ്. അപ്പോൾ സമാധാനവും സ്വസ്ഥതയും മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമാണ്. സമാധാനം ഇല്ലാതായാൽ, സ്വസ്ഥത ഇല്ലാതായാൽ പിന്നെ മനുഷ്യന് എന്തുണ്ടായിട്ടും കാര്യമില്ല. വീടുകൾ ഒളപ്പമണ്ണ പറയും, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു, പക്ഷേ വീടാണ് ലോകം, വലിയ ലോകം. ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചു, പക്ഷെ വീടിനേക്കാൾ വലിയ ലോകം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. വീടിന് പല പേരുകളും നമ്മൾ പറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത, എന്നാൽ മനുഷ്യ ജീവിതത്തിൽ സൂര്യനില്ലാതെ, ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉള്ളതുപോലെ കുടുംബമില്ലാതെ ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല. ഉദാഹരണമായിട്ട് അമേരിക്കയിൽ ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഫാദർലെസ് അമേരിക്ക എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അമേരിക്കയിൽ അച്ഛന്മാരില്ല, എല്ലാവരും ലിവിങ് ടുഗദറിലൂടെയാണ് ഒരുമിച്ച് ജീവിച്ചു, കുട്ടികളുണ്ടായി, ഡിവോഴ്സായി. പക്ഷേ സിംഗിൾ പാരന്റിംഗ് ആണ്. പക്ഷെ ആരാ നോക്കേണ്ടി വന്നത്? സിംഗിൾ പാരന്റിംഗ് ആരാ നോക്കേണ്ടി വന്നത്? സ്ത്രീകൾ തന്നെയാണ്. അങ്ങനെ 2 ആൾ ഒരുമിച്ച് ജീവിച്ചാൽ ഇതിൻ്റെ തുല്യാവകാശം വേണ്ടേ? പകുതി പുരുഷൻ നോക്കണമല്ലോ. പക്ഷേ അത് അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ വികസിത രാജ്യമാണ്. അമേരിക്കയിൽ അത് കാണും. അപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ഫ്രൈഡേ ഉണ്ട്. ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളിയാഴ്ച അല്ല. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ, ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി മാത്രം നീക്കി വെക്കുന്ന ദിവസം എന്നാണ്. ജപ്പാനിൽ ഡ്രൈ ഡേ ഉണ്ട്. ലോകത്ത് കുടുംബത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രാജ്യമാണ് ജപ്പാൻ. ഇവിടെ ജപ്പാനിൽ ഡ്രൈ ഡേ ആചരിക്കാൻ തുടങ്ങി 2 വർഷമായിട്ട്. ഡ്രൈ ഡേ
നമ്മുടെ നാട്ടിൽ ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ള് കിട്ടാത്ത ദിവസം എന്നാ പറയാ. ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് വേണ്ടി നീക്കി വെക്കുക. ആ ദിവസത്തിൽ ഒരാൾ ഫോൺ എടുക്കൂല, ലാപ്പ് ഉപയോഗിക്കൂല, കമ്പ്യൂട്ടർ ഉപയോഗിക്കൂല, ഒരു ടെക്നോളജി അയാൾ ഉപയോഗിക്കൂല. കാരണം ജപ്പാൻ അറിയാം അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്. കാരണം അതൊക്കെ ഉണ്ടാക്കാനും അതിൻ്റെ പാർട്സും കൊടുക്കുന്ന രാജ്യമാണ്. അപ്പോൾ അവരിത് എല്ലാം മാറ്റി വെച്ച് കുടുംബത്തിന് വേണ്ടി മാത്രം നീക്കി വെക്കുകയാണ്. ഇപ്പം നമ്മളെ ആളുകൾ എന്താ ചെയ്യുക? കേരളക്കാരെന്താ ചെയ്യണേ? എല്ലാ ദിവസവും നമ്മൾ സ്പോയിൽ ചെയ്യണം, ഒഴിവാക്കാൻ, കുടുംബത്തിന് വേണ്ട ദിവസങ്ങൾ നീക്കി വെക്കാതിരിക്കാൻ. അപ്പോൾ കുടുംബത്തെ പരിഗണിക്കാതെ പോയ ഒരു ജനത, ഒരു സമൂഹം, ഒരു രാജ്യം കുടുംബം തിരിച്ചു പിടിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി കുടുംബത്തിന് വേണ്ടി ഒരു ദിവസം മുഴുവനായും ലോകത്ത് ഈ രാജ്യങ്ങൾ നീക്കി വെക്കുകയാണ്. ഇപ്പം ജപ്പാനിൽ കുടുംബമില്ല, വളരെ കുറഞ്ഞ കുടുംബമുള്ള രാജ്യമാണ് ജപ്പാൻ. ഇവിടെ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വൃദ്ധന്മാരുള്ള രാജ്യമാണ്. വൃദ്ധന്മാർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? ജപ്പാനാണ്. രണ്ടാമത്തത്, ജപ്പാൻ കുടുംബത്തെ തിരിച്ചു പിടിക്കാനുള്ള ആഹ്വാനം ചെയ്തു. ആ ആഹ്വാനം ചെയ്തതിന് ശേഷം കുടുംബജീവിതത്തിലേക്ക് അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ കുടുംബജീവിതത്തെ അതിനെക്കുറിച്ച് വളരെ മോശമായൊരു കോൺസെപ്റ്റ് രൂപീകരിക്കാനുള്ള പരിശ്രമം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബം അത്ര ഇമ്പോർട്ടൻസ് ആയൊരു സംവിധാനമല്ല എന്ന പ്രചാരണം നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർബലരായ മനുഷ്യർക്കാണ് അതിൻ്റെ ഭവിഷ്യത്ത്. രണ്ടാമത്തെ, മനുഷ്യൻ ഇൻ്റലിജൻസിൽ ജീവിക്കുന്ന ആളല്ല. രണ്ടാമത്തെ പോയിന്റ് അതാണ്. നമ്മളിപ്പോൾ AI അല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻഷ്യ. ഇപ്പോൾ ബഹ്റൈനിൽ രാജാവ് അബുദാബി എയർപോർട്ടിൽ ഇറങ്ങി. ഈ അബുദാബി എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ബഹ്റൈൻ രാജാവിൻ്റെ കൂടെ ഒരു സെക്യൂരിറ്റി ഇല്ല. ആകെ ഉള്ളത് ഒരു യന്ത്രമനുഷ്യൻ മാത്രമാണ്, ഒരു റോബോട്ട് മാത്രമാണ്. സാധാരണ രീതിയിൽ രാജാവ് ഒരു നാട്ടിൽ വന്നാൽ എത്ര സെക്യൂരിറ്റി ഉണ്ടാവും? കാരണം ആ സെക്യൂരിറ്റിൻ്റെ ആവശ്യമില്ല. റോബോട്ട് വന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ തൊഴിലില്ല എന്ന് പറയുന്നത് ഒരു അന്തസ്സും അഭിമാനമായി നിൽക്കുന്ന കാലത്തേക്ക് പോവാണ്. എനിക്ക് ജോലിയൊന്നുമില്ല, കാരണം എന്താണ്? യന്ത്രമനുഷ്യൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ MA യൂസുഫ് അലി 2027 അബുദാബിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോവാണ്. ആ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകത, അതിലൊരു മനുഷ്യനും ജോലി ചെയ്യൂല. ഒരു മനുഷ്യന് യന്ത്രമനുഷ്യനും ജോലി ചെയ്യില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും യന്ത്രമനുഷ്യനാണ്. അല്ല, സെൻസറുകളാണ്. എല്ലാ കാര്യവും എന്താണ്? സെൻസറുകൾ വഴിയാണ് നിയന്ത്രിക്കുക. അപ്പോൾ ഒരു യൂസുഫ് അലി അദ്ദേഹത്തിൻ്റെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അപ്ലൈ ചെയ്താൽ എന്താ ചെയ്യുക? 10,000 മനുഷ്യർക്ക് തൊഴിൽ പോകും. ICICI എന്ന് പറഞ്ഞ ബാങ്ക് ഉണ്ട് മുംബൈയിൽ. അതിൻ്റെ ആസ്ഥാനത്ത് 2025 ഒരു പ്രൊജക്റ്റ് നേരത്തെ ഒരു പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രൊജക്റ്റിൽ ആസ്ഥാനത്ത് അവരുടെ ഓഫീസ്, ഹെഡ് ഓഫീസിൽ ഒരു മനുഷ്യനും ജോലി ചെയ്യില്ല എന്നാണ്. മുഴുവൻ റോബോട്ടുകളാണ്. ക്രെഡിറ്റും ഡെബിറ്റും DDയും ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരായിരിക്കും? റോബോട്ടുകളായി. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ വില കുറഞ്ഞ ഒരു കാലമായി വന്നുകൊണ്ടിരിക്കുന്നിടത്തേക്കാണ് നമ്മൾ പോണേ. ഇപ്പൊ നിങ്ങൾക്ക് കുടുംബം ആയി ജീവിക്കാം എന്ന് പറയുന്നപ്പോൾ എനിക്ക് ഭാര്യ, ഭർത്താവ് തുടങ്ങിയ ആവശ്യങ്ങളില്ലാതെ, വേറൊരു മനുഷ്യനില്ലാതെ ഈ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കണേ. എനിക്ക് ഭാര്യനെ പോക്കറ്റിട്ട് കൊണ്ടുനടക്കാം, ഭർത്താവിനെ കൊണ്ടുനടക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റിയ ടെക്നോളജികൾ ലോകത്ത് വികസിച്ചിട്ടുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻഷ്യ മനുഷ്യന് സംതൃപ്തി നൽകുന്ന ഒരു കാര്യം അല്ല. കാരണം മനുഷ്യൻ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ജീവിയാണ്. വികാരമുണ്ട്, സ്നേഹം, ദയ, കാരുണ്യം, തൃപ്തി, സംതൃപ്തി, ദേഷ്യം, വെറുപ്പ്, ഇതൊക്കെ ആർക്കുണ്ടാവും? യന്ത്രമനുഷ്യനില്ല. നിങ്ങൾ എത്ര ഇപ്പം കണ്ണൂർ ഒരു ഹോട്ടലുണ്ട്, ആ ഹോട്ടൽ ഇപ്പോൾ വർക്ക് ചെയ്യണില്ല തോന്നുന്നു. ആ ഹോട്ടലിൽ സപ്ലയർ, വെയിറ്റർ ആരാണ്? റോബോട്ടാണ്. ചിക്കൻ 65ഉം ചിക്കൻ 65ഉം ചിക്കൻ ചില്ലിയും ഓർഡർ ചെയ്താൽ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. ഈ റോബോട്ട് അത് തെറ്റാതെ നമ്മുടെ മുന്നിൽ കൊടുന്നു തരും. കാരണം അതിനോട് എത്ര ദേഷ്യപ്പെട്ടാലും അത് നമ്മുടെ എന്ത് ചെയ്യില്ല, തിരിച്ചു പറയില്ല. അപ്പം അതിന് ഈ വികാരങ്ങളൊന്നുമില്ല. ഈ വികാരങ്ങളിലെ അപ്പം 3 ജോലികൾ ഞാൻ ഇത് പ്രസംഗിക്കുന്നത് വരെ റോബോട്ടിന് നിർവഹിക്കാൻ കഴിയില്ല. കാരണം അത് ഇമോഷണൽ ജോബാണ്, ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യേണ്ട ജോബാണ്. അതിൽ ഒന്നാമത്തെ ജോലി ഉമ്മ എന്നുള്ള ജോലിയാണ്. റോബോട്ടിന് ചെയ്യാൻ പറ്റില്ല. ഇല്ല. രണ്ടാമത്തെ ആരാണ്? പിതാവ്, അച്ഛൻ എന്ന ജോലിയാണ്. അതൊരിക്കലും റോബോട്ടിന് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തത് മാതാ പിതാ ഗുരു എന്നല്ലേ നമ്മൾ പറയാ, അധ്യാപകനാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന അധ്യാപകരായ ആളുകൾ 4ാം ക്ലാസ്സിലൊരു കുട്ടീനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി IAS സർവീസ് പാസ്സായി
ഒരു മെമൻ്റോ വാങ്ങുമ്പോൾ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ കരയും അല്ലേ? നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടി ഏറ്റവും ഉന്നതി നേടുമ്പോൾ 4ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിച്ച കുട്ടി, ആ കുട്ടിയുടെ നേട്ടത്തിൽ നിങ്ങളുടെ കണ്ണുന്ന് കണ്ണുനീർ വരും. അതെന്താണ്? ഇമോഷൻ ഉണ്ട്. ആ റോബോട്ടിന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ലോകത്തെ എല്ലാ ജോലിയും റോബോട്ട് പിടിച്ചടക്കിയാലും 3 ജോലി റോബോട്ടിന് ഇതുവരെ ചെയ്യാൻ പറ്റില്ല, നാളെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുവരെ എന്ന് നമുക്ക് പറയാം. ഒന്ന് അച്ഛൻ്റെതും അമ്മയുടേതും അധ്യാപകന്റെയും ജോലിയാണ്. ഇത് 3 ജോലിയും ഇമോഷനിൽ വർക്ക് ചെയ്യണ ജോലിയാണ്. ഇമോഷനിൽ വർക്ക് ചെയ്യണ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ കഥയിൽ പറയുന്നുണ്ട്, ഞാൻ നാട് വിട്ടുപോയി, വർഷങ്ങളായി ഞാൻ തിരിച്ചു വന്ന് രാത്രി വാതിലിൽ മുട്ടിയപ്പോൾ വാതിൽ ഉമ്മ തുറന്നു തന്നു, എനിക്കുള്ള ഭക്ഷണം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, മോനെ നിനക്ക് വിശക്കണില്ലേ, നീ ഭക്ഷണം കഴിച്ചോ. വർഷങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ ഇന്ന് വരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ കത്തോ കമ്പിയോ അയച്ചിട്ടില്ല. പക്ഷെ എന്തിനാണ് ഉമ്മ ഞാൻ ഇന്ന് വരും നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? എല്ലാ ദിവസവും രാത്രി എൻ്റെ മോൻ വരുമെന്ന് കരുതി ഞാൻ ഭക്ഷണം എടുത്തു വെക്കാറുണ്ട്. ഭക്ഷണം 4-5 വർഷമായി ഒരുമ്മ എല്ലാ രാത്രി പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പി മകൻ വരുന്നു കാത്തിരിക്കാൻ. ഇത് റോബോട്ടിന് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇമോഷൻ എന്ന് പറയുന്നത്. ഈ ഇമോഷൻ എന്ന് പറയുന്ന പ്രക്രിയ നിർവഹിക്കാൻ കഴിയാതെ നിങ്ങൾ റോബോട്ടിനെ പോലെയാണ് പഠിപ്പിക്കണമെങ്കിൽ, നിങ്ങൾ റോബോട്ടിനെ പോലെയാണ് പെരുമാറണമെങ്കിൽ, നിങ്ങൾ റോബോട്ടിനെ പോലെയാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ പിന്നെ റോബോട്ടുകൾക്ക് ആ ജോലി എന്ത് ചെയ്യാൻ പറ്റാതെ നമ്മുടെ ആക്ടിങ് വളരെ പെർഫോമൻസ് വളരെ ഇമോഷണലാകുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കുടുംബജീവിതം മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. മനുഷ്യൻ ഇമോഷണലായ ജീവിയാണ്. മനുഷ്യനെ ചേർത്ത് നിർത്താൻ ആൾ വേണം. മനുഷ്യൻ്റെ അസ്ഥികളിൽ ഏറ്റവും ബലമുള്ള അസ്ഥി ഏതാണ്? തോളിൻ്റെ എല്ലാണ്. കാരണം എന്താണ്? ഒരു മനുഷ്യനെ താങ്ങാനുള്ള ശക്തി ദൈവം തമ്പുരാൻ ബൈ ഡീഫോൾട്ട് നൽകിയ ഒരു അവയവമാണ് നമ്മുടെ തോളെന്ന് പറയണത്, ചുമലെന്ന് പറയണത്. കാരണം ഒരാൾക്ക് താങ്ങാവാൻ, ഒരാളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ വന്നാൽ പിന്നെ ലോകത്ത് മനുഷ്യന് പ്രസക്തി നഷ്ടപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ എന്ന പ്രസക്തി ഉണ്ടാവുന്നത് പോലും നമുക്ക് ഇമോഷൻ ഉണ്ടാവും. അപ്പോൾ കുടുംബത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ ഘടകങ്ങൾ എന്താണ്? കുടുംബം, മനുഷ്യൻ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാണ് കുടുംബം വേണം. ദുർബലൻ അഭയം കുടുംബമാണ്. കുടുംബം ലോക നാഗരികത ഇന്നേ വരെ തിരസ്കരിക്കാത്തത് മനുഷ്യ ജീവിതത്തിൽ വളരെ അനിവാര്യമായതുകൊണ്ടാണ്. എന്തൊക്കെയാണ് കുടുംബത്തിലെ ഇമ്പോർട്ടൻസ് ആയ ഘടകങ്ങൾ? മാതാവും പിതാവുമാണ്. കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആരാണ്? അച്ഛനും അമ്മയാണ്, ഉപ്പയും ഉമ്മയാണ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും ഇത് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഈ ഘടകങ്ങൾ ഒരിക്കലും നമ്മൾ മാറ്റി, അച്ഛൻ എത്ര ചൂടായാലും തിരിച്ചു പറയാതിരിക്കുക എന്ന് പറയണത് മനുഷ്യൻ്റെ നന്മയുടെ ലക്ഷണമാണ്. കാരണം ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 90 വയസ്സായ ഒരു അച്ഛൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അയാൾ കിടക്കുന്നത് എങ്ങനെയാണ്? ഗർഭപാത്രത്തിൽ കുട്ടി കിടക്കുന്നത് പോലെയാണ്, വളഞ്ഞാണ് കിടക്കുക. കാരണം മനുഷ്യൻ തിരിച്ചു പോവാണ്, റിവേഴ്സ് ചെയ്യാൻ. 60 വയസ്സായി ഞാൻ തിരിക്കും, റിവേഴ്സ് ചെയ്യുമ്പോൾ മെമ്മറി ബാധിക്കും. അതുപോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള പ്രാപ്തി അത് ബാധിക്കും. തിരിച്ചു പോയി 80 വയസ്സാകുമ്പോഴേ കുട്ടികളുടെ ഒരു 11-12 വയസ്സായ ആളുടെ അവിടെ നമ്മൾ ചെറുപ്പത്തിൽ അച്ഛനോട് ചോദിച്ച അതേ ചോദ്യം അച്ഛൻ തിരിച്ചെന്ത് ചെയ്യും? ആവർത്തിച്ച് ചോദിക്കും, അമ്മ ചോദിക്കും. അതുകൊണ്ട് ഖുർആൻ പറയണത്, നിങ്ങൾ വാർദ്ധക്യത്തിലെത്തിയ മാതാവിനെയും പിതാവിനെയും നിങ്ങൾ പ്രത്യേകം പരിപാലിക്കണം എന്നാണ്. മാതാപിതാക്കളെ നോക്കണം എന്ന് പറയണ്ടില്ല, നിങ്ങൾ മനുഷ്യന്മാർ പറയുമല്ലോ എന്ന് കരുതിയിട്ട് നോക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി മാതാവിനെയും പിതാവിനെയും നിങ്ങൾ നോക്കണം എന്നാണ് ഖുർആൻ്റെ ആഹ്വാനം. പ്രവാചകൻ മുഹമ്മദ് നബി ഒരിക്കൽ തൻ്റെ ശിഷ്യനായ ഒരാൾ കഅബ വലയം ചെയ്യാണ്. തോളിൽ അദ്ദേഹത്തിൻ്റെ ചുമലിൽ മാതാവുണ്ട്. ആ മാതാവിനെ എടുത്തിട്ടാണ് അദ്ദേഹം ഇങ്ങനെ വലയം ചെയ്യണത്. നല്ല റിസ്ക് ഉള്ളൊരു പണിയാണ്. ഭാരമുള്ള ഒരാളെ ഏറ്റിട്ട് ഈ കഅബ പ്രദക്ഷിണം ചെയ്യാന്ന് പറയാം. അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു. എന്തൊരു മാതൃസ്നേഹമാണ് ഈ മനുഷ്യന്. അപ്പോൾ പ്രവാചകൻ അവരോട് പറയാണ്, അല്ല, നിങ്ങളുടെ മാതാവ് നിങ്ങളെ പ്രസവിക്കുമ്പോൾ ഒരു നെടുവീർപ്പ് അതിന് പകരം പോലും ആയിട്ടില്ലേത് ഇത്. കാരണം പ്രസവ വേദന എന്ന് പറയുന്നത്
നമുക്ക് വിവരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതിൻ്റെ ഒരു നെടുവീർപ്പിന് പകരം പോലും ഇതായിട്ടില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പ്രവാചകനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എനിക്ക് ഭൂമിയിൽ ഏറ്റവും കടപ്പാട് ആരോടാണ്? 3 തവണ പ്രവാചകൻ പറഞ്ഞു മാതാവിനോടാണ്. എന്താ പറയാനുള്ള കാരണം? എന്താ അങ്ങനെ പറയാനുള്ള കാരണം? 4ാമത് പിതാവിനോട് എന്നാ പറയും. അതെന്തുകൊണ്ടായിരിക്കും? മാതാവ് എന്ന് പറയുന്നത് 3 തവണ പ്രവാചകൻ പറയാനുള്ള കാരണം, മാതാവ് ഒരു കുട്ടിയെ പോറ്റി വളർത്താനുള്ള കഷ്ടപ്പാട് ഒരു കുട്ടിക്ക് മനസ്സിലാവൂല. നിന്നെ മാതാവ് പോറ്റി വളർത്തി നമ്മൾ പറഞ്ഞു കൊടുക്കണം. എൻ്റെ പിതാവ് എന്നെ പോറ്റാൻ കഷ്ടപ്പെടുന്നത് എല്ലാ ദിവസവും ഞാൻ കാണുന്നുണ്ട്. പാടത്തുനിന്ന് വരുന്നുണ്ട്, കച്ചവടം കഴിഞ്ഞ് വരുന്നുണ്ട്, ജോലി മതിയാക്കി വരുന്നുണ്ട്, വിയർത്ത് കുളിച്ച് വരുന്ന പിതാവിന് എനിക്കറിയാം. അതെന്നെ പോറ്റാനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിതാവ് എന്ന് പ്രത്യേകം പറയണ്ട. കാരണം ബുദ്ധിയും വിവേകമുള്ള സമയത്ത് എന്നെ വളർത്താനും പോറ്റാനും പിതാവ് എടുക്കുന്ന റിസ്ക് ഞാൻ കാണുന്നുണ്ട്. മാതാവിൻ്റെ റിസ്ക് ആരാണ് കാണുക? ഇല്ല. ഒരു കുട്ടിക്ക് ബുദ്ധിയും വിവേകം ഉറക്കണതിന് മുമ്പ് മാതാവിൻ്റെ റിസ്ക് കഴിഞ്ഞുപോയി. റിസ്ക് പിന്നെ എടുക്കണില്ല എന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് എന്ത് ചെയ്തു? ഗർഭധാരണം, പ്രസവം, മുലയൂട്ടൽ. ഇതൊക്കെ പറയണത് എന്താണ്? മാതാവും കുട്ടിയും രണ്ടല്ലാതെ മാറുന്ന ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ്. കുട്ടിക്ക് അസുഖം വന്നാൽ മാതാവിന് ഉറക്കം വരില്ല. കുട്ടിക്ക് രാത്രി എഴുന്നേറ്റാൽ മാതാവിന് ഉറക്കം വരില്ല. കാരണം കുട്ടിയും മാതാവും രണ്ടും രണ്ടല്ല. ഇങ്ങനെ ശരീരത്തോട് ചേർന്ന് നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു. സ്വന്തം പൊക്കിൾ കൊടിയിലൂടെ തൻ്റെ മകന്, തൻ്റെ മകൾക്ക് ഭക്ഷണം നൽകിയ ഒരു കാലമുണ്ടായിരുന്നു. ആ ഇരുട്ടിൽ ലോകത്താരും കൂട്ടില്ല, മാതാവിൻ്റെ നിശ്വാസമല്ലാതെ. ഇങ്ങനൊരു കാലം കഴിഞ്ഞുപോയി. ഇതൊക്കെ പറഞ്ഞു കൊടുത്താലേ അറിയുള്ളൂ. അതുകൊണ്ടാണ് 3 തവണ മാതാവ് 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 എന്ന് പറഞ്ഞത്. 3 തവണ. 4ാമത്തെ പിതാവ് എന്ന് പറയാണ്. ഇപ്പൊ പിതാവിനും മാതാവിനും കുടുംബത്തിലെ ഇമ്പോർട്ടൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആലോചിച്ച വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തക നോവലിൽ അദ്ദേഹം മാതാവ് കുട്ടിയെ വളർത്താനുള്ള കഷ്ടപ്പാട് പറയുന്നുണ്ട്. മുടി മുറിച്ച് വിറ്റിട്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ആ കുട്ടിയെ വളർത്താൻ മാതാവ് പരിശ്രമിച്ചത്. മുടി മുറിച്ച് വെക്കാൻ. മുടി മുറിച്ച് വെക്കുന്നതാണ് കയറായി, നാരായി, കുതിരക്ക് കടിഞ്ഞാണായി നീളമുള്ള മുടി ഉപയോഗിക്കുന്ന കാലമുണ്ടായിരുന്നു. അന്ന് സ്വന്തം മുടി മുറിച്ച് വിറ്റിട്ട് മകനെ വളർത്താൻ, മകളെ വളർത്താൻ കഷ്ടപ്പെട്ട ഒരു കാലം മാതാവിനുണ്ടായിരുന്നു. അപ്പൊ മാതാവ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് മാതാവിൻ്റെ കഷ്ടപ്പാട് ലോകത്ത് മനുഷ്യർക്ക് അറിയാതെ പോയൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാതാവിനെ പ്രത്യേകം എടുത്തു പറയാൻ. പിതാവിന് അതിന് ഇമ്പോർട്ടൻസ് കുറയണില്ല. മാതാവും പിതാവും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കുട്ടിയെ വളർത്തുന്നതിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ശ്രദ്ധ ലോകത്ത് വേറെ ഒരാൾക്കില്ല. മാതാവും പിതാവുമാണ് കുട്ടിയുടെ ആദ്യത്തെ വിദ്യാഭ്യാസം, വിദ്യാലയം. കുട്ടി എങ്ങനെയാണ് എന്ന് നോക്കിയാൽ മാതാവും പിതാവും എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. മകൻ എങ്ങനെയാണ്, മോൾ എങ്ങനെയാണെന്ന് ഒരാൾ കണ്ടാൽ മാതാവും പിതാവും എങ്ങനെയാണെന്ന് മനസ്സിലാവും. കാരണം എന്താണ്? ഇതൊരു ഫോട്ടോസ്റ്റാറ്റാണ്, ഇതിൻ്റെ ഒരു കോപ്പിയാണ്. ഈ കോപ്പി എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്ന് അതിൻ്റെ ഒറിജിനൽ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. അതുകൊണ്ട് മാതാവും പിതാവും എന്താണോ അതാണ് കുട്ടി എന്ന് പറയുന്നത്. അപ്പൊ ആദരവും ബഹുമാനവും നിങ്ങൾക്ക് മാതാവിനോട് കൊടുക്കണം. മാതാവിനെയും പിതാവിനെയും ധിക്കരിക്കുക എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ശിക്ഷ കിട്ടുന്ന ഒരു പാപമാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ബാക്കി എല്ലാ ശിക്ഷയും പടച്ച തമ്പുരാൻ നീക്കി വെക്കും. നാളെ കൊടുക്കാം, മരിച്ചു എന്നിട്ട് കൊടുക്കാം. പക്ഷെ ഒരാൾ ഉമ്മനെ വെറുപ്പിച്ചാൽ, ഒരാൾ അച്ഛനെ വെറുപ്പിച്ചാൽ അയാൾക്കുള്ള ശിക്ഷ അയാളുടെ മകളിലൂടെ, മക്കനിലൂടെ, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ബന്ധുക്കളിലൂടെ ഇത് തിരിച്ചു കൊടുക്കാതെ അയാളെ തിരിച്ചു വിളിക്കില്ല. ലോകത്ത് സാക്ഷിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നതാണ്. ബാപ്പാനെയും ഉമ്മാനെയും അച്ഛനെയും അമ്മനെയും വെറുപ്പിച്ചിട്ട് ഒരു മനുഷ്യന് സ്റ്റേണായി ജീവിക്കാൻ ലോകത്ത് കഴിയില്ല. അതുകൊണ്ട് ലോകത്ത് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ നമ്മളെ മാതാവിനെയും പിതാവിനെയും വെറുപ്പിച്ചാൽ ഉണ്ടാകും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നബി തിരുമേനിയുടെ 6ാമത്തെ വയസ്സിലാണ് മാതാവ് മരണപ്പെടുന്നത്. ഈ മാതാവിൻ്റെ ശ്മശാനം, ഖബർ തെരഞ്ഞ് പ്രവാചകൻ നടത്തുന്ന ഒരു യാത്ര ഉണ്ട്. ആ യാത്രയിൽ അദ്ദേഹത്തെക്കുറിച്ച് അനുയായികൾ പറയുന്നത് കണ്ണ് കാണാതെ അന്ധനെ പോലെയായി പ്രവാചകൻ എന്നാണ്. കാരണം കണ്ണീര് കൊണ്ട് കണ്ണ് കാണാൻ കഴിയാതെ
അദ്ദേഹം വേച്ച് വീഴാൻ തുടങ്ങി. കാരണം മാതാവിൻ്റെ ഖബർ തെരഞ്ഞ് അദ്ദേഹം നടത്തുന്ന ഒരു യാത്ര വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ വലുതായി, 60 വയസ്സായിട്ടുണ്ടെന്ന് പ്രവാചകന്. അന്ന് തൻ്റെ മാതാവിനെ തെരഞ്ഞു പോവുകയാണ്. അപ്പോൾ മനുഷ്യൻ അവൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മാതാവ് എന്ന് പറയുന്നത്, ഉമ്മ എന്ന് പറയുന്നത്, അച്ഛൻ അമ്മ എന്ന് പറയുന്നത്. കാരണം ഒരാൾ അമ്മയെ ധിക്കരിച്ചാൽ, ഒരാൾ ഉമ്മയെ ധിക്കരിച്ചാൽ അദ്ദേഹം ഏറ്റവും വലിയ മനുഷ്യനാണെങ്കിലും അയാൾക്കൊരു ഉയർച്ചയും വളർച്ചയും ലോകത്തുണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എടുത്ത് പരിശോധിച്ച് നോക്കുക. ചില ആളുകൾ ബാപ്പ മരിച്ചിട്ട് ഉമ്മ മരിച്ചിട്ട് കരയും. കാരണം ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ജീവിച്ചിരിക്കുമ്പോൾ മുഖം കറുപ്പിച്ചവരാണ്. ഛേ എന്ന് പോലും മാതാവിനോട് പറയരുത്, ഛേ എന്ന വാക്ക് പോലും പിതാവിനോട് പറയരുത്. കാരണം തന്നെ ശാസിക്കാനും വളർത്താനുമുള്ള അധികാരം ആർക്കേ ഉള്ളൂ? മാതാവിനും പിതാവിനും. അതോറിറ്റി അതാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ പരിചയപ്പെടുന്ന ആളുകൾ. മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്നാണ്. മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്നാണ് പറയണത്. എൻ്റെ ബോഡി എൻ്റെ അധികാരം. ഇതിൽ യാതൊരു ശരിയുമില്ല. ഇല്ല, എൻ്റെ ബോഡി എൻ്റെ അധികാരം എന്ന് പറയണതിൽ യാതൊരു ശരിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ കോവിഡ് ലോകത്തുണ്ടാകുമായിരുന്നില്ല. കോവിഡ് ഉണ്ടാവില്ല. ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങൾ അമേരിക്കയിലൊക്കെ ശവങ്ങൾ, മരിച്ചു വീണ മനുഷ്യരെ JCB ഉപയോഗിച്ച് ലോറിയിലേക്ക് തള്ളുകയാണ് ചെയ്ത്. നമ്മളെ സോപ്പ് കൊണ്ട് കഴുകിയാൽ നശിച്ചു പോകുന്ന ഒരു അണുവാണ് കൊറോണ വൈറസ് എന്ന് പറയുന്നത്. നമ്മൾ N90 എന്ന് പറയുന്ന മാസ്ക് അല്ലാത്ത ഏത് മാസ്ക് ഉപയോഗിച്ചാലും കൊറോണ വൈറസ് എന്ത് ചെയ്യും? കയറും. കാരണം അത്രയും ചെറുതാണ്. കാരണം അതിൻ്റെ ദൂരത്തിലൂടെ കയറാൻ മാത്രം ചെറുതാണ്. അത്രയും ചെറുതായ ഒരണുവിനെ പേടിച്ച് ലോകം കഥകടച്ചു. ലോകം എല്ലാവരും വീട്ടിലിരുന്നു, വിറച്ചു, പേടിച്ചു. റൊണാൾഡ് ട്രംപ് മുതൽ നരേന്ദ്രമോദി വരെ, ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരികൾ വരെ അമ്പരന്നു. പുറത്തിറങ്ങാൻ പറ്റിയില്ല അല്ലേ? നിങ്ങൾ അതൊക്കെ അന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തമാശ ഉണ്ട്. എൻ്റെ ബോഡിയുടെ അധികാരം എനിക്കായിരുന്നെങ്കിൽ എന്നിൽ കോവിഡ് ഉണ്ടാകുമായിരുന്നില്ല. എൻ്റെ ബോഡിയുടെ അധികാരം എനിക്കാകുമായിരുന്നെങ്കിൽ ലോകത്തെ ഏറ്റവും സമ്പന്നനായ വീട്ടിലാണ് ഞാൻ ജീവിക്കുക. എൻ്റെ ബോഡിയുടെ അധികാരം എനിക്കാണെങ്കിൽ ഏറ്റവും വലിയ സൗന്ദര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. എൻ്റെ ബോഡിയുടെ അധികാരമാണെങ്കിൽ മരിക്കുന്ന സമയം തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുണ്ടാവും. എൻ്റെ ബോഡിയുടെ അധികാരം എനിക്കാണെങ്കിൽ മൂക്കുകൊണ്ട് നാളെ കേൾക്കാനുള്ള അവസരം എനിക്കുണ്ടാവും. എൻ്റെ കാരണം മൂക്കൊണ്ട് നിങ്ങൾക്ക് വാസനിക്കാനേ പറ്റൂ. എൻ്റെ മൂക്കല്ലേ, നാളെ കേൾക്കാം എന്നൊരാൾ തീരുമാനിച്ചാൽ നടക്കില്ല. അതുപോലെ എൻ്റെ ബോഡിയുടെ അധികാരം എനിക്കായിരുന്നെങ്കിൽ ശ്മശാനങ്ങൾ ലോകത്തുണ്ടാകുമായിരുന്നില്ല, ഹോസ്പിറ്റലുകൾ ലോകത്തുണ്ടാകുമായിരുന്നില്ല, ആരും മരിക്കഷ്ടപ്പെടുന്നില്ല. എന്നാലും നമ്മൾ പറയും എൻ്റെ ബോഡിയുടെ അധികാരം എനിക്കാണ്. അത് ആലോചിച്ച് കേൾക്കാൻ നല്ല സുഖമുള്ളൊരു വാക്കും, ആലോചിച്ച് നോക്കുമ്പോൾ ബ്ലണ്ടറായൊരു ക്യാപ്ഷനുമാണ്. എൻ്റെ ശരീരത്തിൻ്റെ അധികാരം എനിക്കില്ല. ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള വിവേകമുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ എൻ്റെ ശരീരത്തെ അതോറിറ്റി എൻ്റെ കയ്യിലല്ല. 6-7 അംഗങ്ങളുള്ള കുടുംബത്തിലൊരു മനുഷ്യൻ ഒരിപ്പോൾ അജ്ഞാത ജഡമായി മരിച്ചു വീഴും. അയാൾ കുടുംബത്തിൽ മരിച്ചോളെന്ന് അയാൾക്ക് തീരുമാനിക്കാനുള്ള അധികാരമില്ല. അപ്പം ഇതുകൊണ്ട് നമ്മളുടെ ബോഡിയുടെ അധികാരം നമുക്കില്ല. അതുകൊണ്ട് അധികാരം ചില ആളുകൾക്ക് വകവെച്ച് കൊടുക്കണം. അതിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശരി തെറ്റുകൾ നിർണ്ണയിക്കാനുള്ള ഒരു അധികാര സോഴ്സ് എന്ന് പറയുന്നത് മാതാവും പിതാവുമാണ്. ആ അവകാശം നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം? വകവെച്ച് കൊടുക്കണം. അത് അവരോടുള്ള കടപ്പാടിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. രണ്ടാമത്തെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇണയും തുണയുമാണ്, ഭാര്യയും ഭർത്താവുമാണ്. അല്ലേ? ഭാര്യയും ഭർത്താവുമാണ് ഇണ തുണ എന്ന് പറയുന്നത്. അതിൽ ശരിക്ക് ഭാര്യ ഭർത്താവ് എന്ന് മലയാളത്തിൽ പറയും, പക്ഷെ ആ പ്രയോഗം കുറച്ച് പെശകുള്ള പ്രയോഗമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്ന ആള്, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആള്. അങ്ങനെയാണോ? അല്ല. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആള്, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്ന ആള്. മലയാളത്തിൽ വേറെ പദമില്ല. മലയാളത്തിൽ പറയാൻ പറ്റുന്ന പദം ഇണ തുണ എന്നാണ്. പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് സംവിധാനമാണ് ഏത്? വൈഫ് ഹസ്ബൻഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ 6 കാര്യങ്ങൾ ഉണ്ടാവണം ദാമ്പത്യ ജീവിതത്തിൽ. 1, നിങ്ങൾ എന്ത് ചെയ്യണം? വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച ചെയ്യണം. ഒന്നാമത്തെ ഭാഗം അതാണ്. ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ്.
നമ്മൾ രണ്ടാളുകൾ രണ്ട് കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്, രണ്ട് മാതാപിതാക്കളുടെ ആളുകളാണ്, രണ്ട് മനുഷ്യരാണ് അല്ലേ? വേറെ രണ്ട് മനുഷ്യരാണ്, ഒരു മനുഷ്യനല്ല. ഈ രണ്ട് മനുഷ്യരും ചേരുമ്പോൾ അവരിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ ആദ്യം വിട്ടുവീഴ്ചയുടെ മനസ്സുണ്ടാവണം. ഒന്നാമത്തത് അഫുവിൻ്റെ മൂല്യമുണ്ടാവണം. ഇപ്പം ചില ആളുകളൊന്നും ഏറ്റവും നല്ല കച്ചവടക്കാരൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, ഏറ്റവും നല്ല അധികാരി വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, ഏറ്റവും നല്ല ഇണതുണകൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. വിട്ടുവീഴ്ച ചെയ്യുന്നവരെ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. മസിൽ പിടിക്കുന്ന ഒരാളും വിജയിക്കൂല, വിട്ടുവീഴ്ച ചെയ്യുന്ന ആളെ വിജയിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, രണ്ടാൾ രാവിലെ എഴുന്നേറ്റിട്ട് പറയാണ് എനിക്ക് പത്തിരി മതി, ഒരാൾ പറയാം എനിക്ക് ദോശ മതി. രണ്ടാൾ അതിൽ ഉറച്ചു നിന്നാലോ രാവിലെ നാസ്ത ഉണ്ടാവില്ല. ഒരാളെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. ആ വിട്ടുവീഴ്ച ചെയ്താലേ അവിടെ ഒരു കോമൺ പോയിന്റിലേക്ക് വരും. ആ പോയിന്റിലേക്ക് വന്നാലേ ദാമ്പത്യ ജീവിതം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ തർക്കം ഒഴിവാക്കണം. ദാമ്പത്യ ജീവിതത്തിൽ ആളുകൾ പറയുമ്പോൾ തന്നെ ചിരിക്കും, തർക്കം ഒഴിവാക്കിയിട്ട് എന്ത് ദാമ്പത്യ ജീവിത എന്ന ആളുകൾ ചോദിക്കും. തർക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ ബൈ ഡീഫോൾട്ടായ സാധനമാണ് തർക്കം എന്ന് പറയുമ്പോൾ. പക്ഷെ തർക്കം ഒഴിവാക്കുക എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ത്യാഗം തർക്കം ഒഴിവാവലാണ്. ഒരാൾ ഏറ്റവും വലിയ ത്യാഗം 2 ലക്ഷം രൂപ സംഭാവന കൊടുക്കലല്ല. ഒരാൾ ഏറ്റവും വലിയ ത്യാഗം രാവ് മുതൽ വൈകുന്നേരം വരെ ഒരാൾക്കൊരു പണവും വാങ്ങാതെ അയാൾക്ക് ആവശ്യമായ സർവീസ് ചെയ്യലല്ല. ഒരാളുടെ ഏറ്റവും വലിയ ത്യാഗം സ്വന്തം അഭിപ്രായം ത്യജിക്കലാണ്. മനസ്സിലായോ? രണ്ടാളിങ്ങനെ വാക്ക് പോലും മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അഭിപ്രായം താഴ്ന്നു കൊടുക്കുക, അത് ഒഴിവാക്കുക. അങ്ങനെ നമ്മളെ തർക്കം ഒഴിവാവുള്ളൂ. രണ്ടാൾ ഒരേ തർക്കത്ത് നിന്നാൽ നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞു ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു തുടങ്ങിയാൽ എന്ത് ചെയ്യും? പിന്നെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല സംഭവിക്കുക. അപ്പോൾ തർക്കം ഒഴിവാവുക എന്ന് പറയുന്ന ഒരാൾ സ്കിപ്പ് ചെയ്യണം. ആ സ്കിപ്പ് ചെയ്യുന്ന പ്രവാചകൻ തിരുമേനി പറയാൻ സ്വർഗത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനം തർക്കം തുടങ്ങിയാൽ അതിൽ നിന്ന് ഒഴിവാകുന്നവന് ഞാൻ ഗ്യാരണ്ടിയാണ്. അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണ്? നിസ്കരിച്ചവന് നോമ്പോറ്റവനല്ല അത് പറയണേ. കാരണം ഏറ്റവും വലിയ ത്യാഗം ഏതാണ്? തർക്കം ഒഴിവാവലാണ്. മൂന്നാമത്തെ കാര്യം ഒരുമിച്ച് ഭക്ഷണം കഴിക്കലാണ്. ഭാര്യയും ഭർത്താവും വീട്ടിലുണ്ടാകുന്ന സമയത്ത്, നിങ്ങൾ സ്കൂളിലേക്ക് വരുന്ന സമയത്തുള്ള കാര്യമല്ല പറയണേ, വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകളൊന്ന് കൈവക്കി കാണി. ചില വീട്ടിലൊക്കെ ആദ്യം പുരുഷന്മാർ ഭക്ഷണം കഴിക്കും, പിന്നെ സ്ത്രീകൾ കഴിക്കും. അതൊരിക്കലും പാടില്ല. ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത്. വീട്ടിൽ ഭക്ഷണം ജന്തുശാസ്ത്ര പ്രകാരം തന്നെ മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതാണ് ആയിഷ പറയുന്നത്, ഞാനും പ്രവാചകനും ഒരുമിച്ചല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്. ഒരുമിച്ചല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇത് പറയാനുള്ള ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിളക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇപ്പം നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ആളുകൾ എന്താ ചെയ്യുക? അവരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിള് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്തായിരിക്കും? ഭക്ഷണമായിരിക്കും. അപ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നാലാമത്തത് മവദ്ദത്ത് എന്ന് പറയും, പ്രണയം, സ്നേഹം. ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ പ്രണയം സ്നേഹം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടാവില്ല. ചില ആൾക്ക് ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവില്ല. അതിൽ ഇടിവ് പറ്റും, കുറവുകൾ സംഭവിക്കും. പക്ഷെ ഇത് ഒരേ വേവിൽ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാരുണ്യം, വാത്സല്യം കൂടി ഉണ്ടാവണം. അപ്പോൾ പ്രണയവും വാത്സല്യവും ഒരുമിച്ചാണ്. ഇത് രണ്ടുണ്ടായാലാണ് ഒരു ദാമ്പത്യ ജീവിതം അതിൻ്റെ ഏറ്റവും മൂർധന്യതയിൽ നിലനിൽക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ പറയാം ഒട്ടിപ്പിടിച്ച സ്നേഹം, ഇതിനാണ് പ്രണയം എന്ന് പറയാം. ഒട്ടിപ്പിടിച്ച സ്നേഹം. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ബൈക്കിൽ പോണ ആളുകളെ ശ്രദ്ധിച്ചാൽ പറയും ഒട്ടിപ്പിടിക്കണ സ്നേഹം എത്ര സമയം ഉണ്ടാവും എന്നുള്ളത്. ഒരു 2 കൊല്ലങ്ങൾ അവരെ നിരീക്ഷിക്കുക. ആദ്യം പിടിക്കുക, അവർ ശരീരത്തോട് ചേർന്ന് നിൽക്കും. പിന്നെന്ത് ചെയ്യും? ബാക്കിലെ കമ്പിയിൽ പിടിക്കും. മെല്ലെ ഇങ്ങനെ വികർഷണം വരും. ഈ വികർഷണം വരുന്നത് എന്തുകൊണ്ടാ ചോദിച്ചാൽ ഈ സ്നേഹബന്ധത്തിൽ ചെറിയ ചെറിയ കുറവ് സംഭവിക്കും. സ്വാഭാവികമാണ്, മാനുഷികമാണ്. അപ്പോൾ വാത്സല്യം കൂടി എന്ത് ചെയ്യണം? ഇതിൽ ഉണ്ടാവണം. വാത്സല്യം ഉണ്ടാകുമ്പോഴാണ് ഇത് നിലനിൽക്കുക. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രണയവും കാരുണ്യവും കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പില്ലറുകൾ, തൂണുകളാണ് പ്രണയവും കാരുണ്യം ഉണ്ടാവുക. അപ്പോൾ അവസാന സമയത്ത് 10-70 വയസ്സായി, പേരക്കുട്ടിൻ്റെ കല്യാണം നടക്കുകയാണ്. അപ്പോൾ പറയും നമ്മൾ ഇനി ഒരു റൂമിൽ കിടക്കണം, മോശമാണ്, പേരക്കുട്ടിൻ്റെ കല്യാണമാണ്, അതുകൊണ്ട് നമ്മൾ 2 റൂമിൽ കിടക്കാമെന്ന് പറഞ്ഞ ഒരാൾ ബെഡും കട്ടിലൊക്കെ റൂം മാറ്റി കിടന്നാൽ 5-ാമത്തെ 6-ാമത്തെ ദിവസം വീടിന്ന് പുറത്താവും, 8-ാമത്തെ ദിവസം വൃദ്ധസദനത്തിലെത്തും. ഇതൊന്നിച്ചു പോകണം.
ഒന്നിച്ചു പോകണം എന്നുണ്ടെങ്കിൽ പ്രണയം എല്ലാ കാലത്തും ഉണ്ടാവില്ല, വാത്സല്യം ഉണ്ടാവണം. എൻ്റെ കുട്ടിയുടെ ഉപ്പ, എൻ്റെ കുട്ടിയുടെ അമ്മ എന്ന വിചാരം ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക, വാത്സല്യം ഉണ്ടാവുക. അപ്പോൾ പ്രണയവും വാത്സല്യവും ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ ഘടകം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ ഏറ്റവും അവസാനമായുള്ള കാര്യം എന്ന് പറയുന്നത് മൂല്യങ്ങൾ, വാല്യൂസ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക. വാല്യൂസ് പഠിപ്പിക്കാൻ സ്കൂളിന് ബാധ്യത ഇല്ല. വാല്യൂസ് പഠിപ്പിക്കാൻ നമ്മുടെ അമ്പല കമ്മിറ്റിക്കോ പള്ളി കമ്മിറ്റിക്കോ അല്ല ബാധ്യത. ബാധ്യത ആർക്കാണ്? മാതാവിനും പിതാവിനുമാണ്. കുട്ടി എങ്ങനെ വളരണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ സത്യസന്ധനാവണം എന്ന് പഠിപ്പിക്കാനുള്ള ഒന്നാമത്തെ അധികാരം മാതാവിനും പിതാവിനുമാണ്. അതുകൊണ്ട് കുട്ടി കളവ് പറഞ്ഞാൽ, നിങ്ങൾ ഒരു നല്ല അധ്യാപിക കളവ് പറയരുതെന്ന് സിലബസിൽ പഠിപ്പിക്കും. അനങ്ങിയാൽ ആ അധ്യാപിക കളവ് പറയുന്നവരാണെങ്കിൽ കുട്ടി ഏതാ പഠിക്കുക? സിലബസിലല്ല പഠിക്കുക, അധ്യാപക പഠിക്കുക. ദേഷ്യപ്പെടരുതെന്ന് അധ്യാപകൻ പഠിപ്പിക്കും. പക്ഷേ ആ അധ്യാപിക എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളാണ്. കുട്ടി ഏതാ പഠിക്കുക? ദേഷ്യപ്പെടരുത് എന്ന പാഠമല്ല, ദേഷ്യപ്പെടാമെന്ന പെരുമാറ്റമാണ്. ദേഷ്യപ്പെടാന്നുള്ള പെരുമാറ്റമാണ്. അതുകൊണ്ട് കുട്ടികളിൽ വാല്യൂസ് പഠിപ്പിക്കുക. വാല്യൂസ് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം കുടുംബമാണ്. അപ്പോൾ ഈ 6-7 മൂല്യങ്ങൾ കുടുംബജീവിതത്തിൽ നമ്മളുടെ ഞാൻ വിശദീകരിച്ച് പറയണില്ല. പിന്നെ അതിലെ പ്രധാനപ്പെട്ട ഘടകം കുട്ടികളാണ്. കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? കുട്ടികളാണ്. കുട്ടികളെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. കുട്ടികളോട് കൂടിയാലോചന നടത്തണം. ദാമ്പത്യ ജീവിതത്തിലെ വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം പരസ്പരം കൂടിയാലോചിക്കലാണ്. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ കുടുംബനാഥനാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ വിചാരിച്ച മാതിരി നടക്കും, അങ്ങനല്ല. നല്ല കുടുംബത്തിൻ്റെ ലക്ഷണം ഇണയുമായി ഞാൻ കൂടിയാലോചിക്കും, കുട്ടികളുമായി ഞാൻ കൂടിയാലോചിക്കും. കൂടിയാലോചന കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരമാണ്. അവ കൂടിയാലോചന ഉണ്ടാവുക, ആദരിക്കുക. മക്കൾ മാതാപിതാക്കൾ ആദരിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. മാതാപിതാക്കൾ ആരാദരിക്കണം? കുട്ടികൾ ആദരിക്കണം. പ്രവാചക തിരുമേനി ഒരു സദസ്സിലേക്ക് വരുമ്പോൾ ആളുകൾ അദ്ദേഹത്തിന് ബഹുമാനാർത്ഥം എഴുന്നേറ്റ് നിൽക്കും. ആ സമയത്ത് അദ്ദേഹം അവരോട് ഇരിക്കാൻ പറയും. ആരും എഴുന്നേറ്റ് നിൽക്കരുത് എന്ന് പറയും. കാരണം അദ്ദേഹത്തിന് സ്വന്തത്തെ ബഹുമാനിക്കാൻ ഇഷ്ടമില്ല. അതേസമയം പ്രവാചകന്റെ മകള് ഫാത്തിമ സദസ്സിലേക്ക് വരുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്ന സമയത്ത് നബി എഴുന്നേറ്റ് നിൽക്കും, ആലിംഗനം ചെയ്യും, അവരുടെ നെറ്റിയിൽ ചുംബിക്കും. ഏത് നല്ല ഭക്ഷണം കിട്ടിയാലും 2 ഭാഗാക്കും പ്രവാചകൻ. ഇതൊന്നും ഫാത്തിമക്കുള്ളതാണ്. ഏത് യാത്ര കഴിഞ്ഞാലും നബി തിരുമേനി ആദ്യം വരുന്ന വീടും വിശ്രമിക്കുന്ന വീടും മകളുടെ വീടാണ്. ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമന്റെ. അപ്പൊ സ്വന്തത്തെ ആരെങ്കിലും ബഹുമാനിക്കുന്നത് ഇഷ്ടമില്ലാത്ത പ്രവാചകൻ മകളെ എഴുന്നേറ്റ് ആദരിക്കും, അവരുടെ നെറ്റിയിൽ ചുംബിക്കും. എല്ലാ ദിവസവും സ്വന്തം മക്കളെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന ആളുകളൊന്ന് കൈവക്കി കാണി. ഉസൈ സാഹിബ് പറയാ, ചെറിയ കുട്ടിനെ ചുംബിക്കണ കാര്യമല്ല പറയണത്, വലുത്. നിങ്ങൾ വിവാഹം കഴിച്ചു, മകൾ വീട്ടിലേക്ക് വരികയാണ്, ആ മകൾ ആലിംഗനം ചെയ്യണം, അവരെ ചേർത്ത് പിടിക്കണം. ടച്ചിങ് എന്ന് പറയുന്നതാണ് ഇമോഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രോഗിയെ നിങ്ങൾ എന്ത് ചെയ്യണം? രോഗിയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ രോഗിയുടെ കയ്യിൽ കൈ വെക്കണം എന്ന് പഠിപ്പിച്ചെന്തുകൊണ്ടാണ്? ടച്ചിങ്ങിലൂടെ മനുഷ്യന് ആശ്വാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ തിരിച്ച് സ്നേഹം കൊടുത്താലാണ് തിരിച്ച് ഇങ്ങോട്ടും സ്നേഹം. മക്കളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. 7 വയസ്സ് വരെയാണ് മക്കൾ എന്ന പ്രായം. കുട്ടി എന്നുള്ള പ്രായം എത്രയാണ്? 7 വയസ്സാണ്. 7 വയസ്സ് കഴിഞ്ഞാൽ മക്കൾ വിവേകമുള്ളവരാണ്. സ്വന്തം ചില ആളുകൾ പറയും, 15 വയസ്സായ കുട്ടീനെ കുറിച്ച് പറയും, എൻ്റെ കുട്ടിക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കൽ ഞാനാണ്. വലിയ അഭിമാനത്തിലാണ് പറയാ. അത് മോശം പാരന്റിങ് ആണ്. എന്നാൽ 7 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ലതും ചീത്തയും അറിയാനുള്ള ഇൻപുട്ട് നിങ്ങൾക്ക് കൊടുക്കാം. വിവേചന ശക്തി ആർക്കുണ്ട്? കുട്ടിക്കുണ്ട്. അപ്പൊ കുട്ടിയെ നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ ഒരു ആളുടെ ഏറ്റവും വലിയ സമ്പാദ്യം സ്വന്തം മക്കളാവണം. ഏറ്റവും വലിയ സമ്പാദ്യം ഏതാണ്? പണമല്ല, എസ്റ്റേറ്റ് അല്ല, ബിൽഡിംഗ് അല്ല, സ്വന്തം മക്കളാണ്. പഴയ കാലത്ത് ഗൾഫിൽ പോകുന്ന ആളുകളുണ്ട്. ഗൾഫിൽ പോകുമ്പോൾ അവർ ഗൾഫിൽ പോയി 2 കൊല്ലം, 1.5 കൊല്ലം, 3 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരും. തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ കൂടെ ഒരു പെട്ടി ഉണ്ടാവും. ആ പെട്ടി എന്താണ്? ഇവിടുന്ന് കൊണ്ടുപോയ പെട്ടി തന്നെ ആയിരിക്കും, കാർഡ്ബോർഡ് ആയിരിക്കും.
അതിലെന്ത് ചെയ്യും, ഓരോ വെള്ളിയാഴ്ചയും ഗൾഫിൽ ലീവ് വെള്ളിയാഴ്ച അവധി സമയത്ത് ഒരു സോപ്പ്, ഒരു സ്പ്രേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ട് ഈ പെട്ടിയിലിടും. 2 കൊല്ലം കഴിയുമ്പോഴാണ് പെട്ടി നിറയുക. കാരണം അന്ന് ഒന്നായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇനി അങ്ങനെ കപ്പാസിറ്റി ഉള്ള ലുലുമാളൊന്നുമില്ല. അന്ന് യഥാർത്ഥത്തിലുള്ളത് ഇങ്ങനെ ചെറിയ പർച്ചേസാണ്. ഇത് കൂട്ടിക്കെട്ടിയിട്ടാണ് പിന്നെ അവൻ എന്ത് ചെയ്യുക, ഗൾഫിൽ നിന്ന് വരിക. കാരണം എല്ലാ ദിവസവും ഇതിൽ സമ്പാദ്യമുണ്ട്. ബൈബിളിലൊരു കഥ ഉണ്ട്. ഇങ്ങനെ വേറെ നാട്ടിൽ നിന്ന് ജോലി ഒക്കെ കഴിഞ്ഞ് കുറേ സമ്പാദ്യവും പെട്ടിയൊക്കെ ആയി ഒരു മനുഷ്യ തോണിയിൽ കയറുമ്പോൾ തോണി തുഴയുന്ന ആള് പറയുന്നുണ്ട്, മഴ വരുന്നുണ്ട്, കാറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് ഈ തോണി മറയാൻ സാധ്യത ഉണ്ട്, നിങ്ങൾക്ക് നീന്തറിയോ? ഇല്ല, നീന്തറിയില്ല. അങ്ങനെ പറഞ്ഞു, തോണി മറിഞ്ഞു. തോണി പറഞ്ഞപ്പോ തോണി തുഴയുന്ന ആളെന്ത് ചെയ്തു, അപ്പുറത്തേക്ക് വന്നു. പക്ഷെ അയാളുടെ മനസ്സ് മുഴുവൻ ഈ മനുഷ്യനാണ്. അയാൾ എങ്ങനെ രക്ഷപ്പെടുത്തും, എങ്ങനെ വരും എന്നിങ്ങനെ ആലോചിച്ച് അദ്ദേഹം ബേജാറാവാണ്. പക്ഷേ ഈ മനുഷ്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നീന്തലറിയാത്ത ഈ മനുഷ്യൻ കരയിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് എങ്ങനെ അത് സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ കണ്ടോ ഈ പെട്ടിയിൽ വർഷങ്ങളായി ഞാൻ സമ്പാദിച്ച എൻ്റെ സമ്പാദ്യമാണ്. ഇതിൽ ഓരോ സാധനവും ഓരോരുത്തരുടെ കിനാവാണ്, ഓരോരുത്തരുടെ സ്വപ്നമാണ്, ഓരോരുത്തരുടെ കണ്ണീരാണ്, ഓരോരുത്തരുടെ വിയർപ്പാണ്. അതുകൊണ്ട് ഇത് ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. ഇതിമേ ഞാൻ മുറുകെ പിടിച്ചു. നദിയിൽ ചാടിയപ്പോൾ മറ്റേ കൈയിന് എനിക്ക് ശക്തി കൂടി. ശക്തി കൂടി. അങ്ങനെ ഈ പെട്ടിയുമായി ഞാൻ മറുകര പറ്റി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ജീവിതത്തിൽ എല്ലാ സമയത്തും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു പെട്ടി നമ്മുടെ കൂടെ ഉണ്ട്. മരിച്ചു പോകുമ്പോൾ നാട്ടുകാർ 3 കെട്ട് കെട്ടിയിട്ട് നമ്മളെ കൊണ്ടുപോകും. അപ്പോഴും നമ്മൾ ഈ പെട്ടി കൊണ്ടുപോകണം. അത് നമ്മൾ സ്വന്തമാണ് കൊണ്ടുപോവുക. ഈ പെട്ടിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യം സ്വന്തം മക്കളാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ നമല. മരിച്ച് നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളെ മക്കൾ പ്രാർത്ഥിക്കണം, എൻ്റെ പിതാവിന് പുറത്തു കൊടുക്കുന്നതാ, എൻ്റെ പിതാവിന് നീ കാരുണ്യം ചെയ്യുന്നതാ എന്ന് പറഞ്ഞ് കൽബ് കലങ്ങി ഒരിറ്റ് കണ്ണീര് നിങ്ങളുടെ കഫം പുടവയിൽ, നിങ്ങളുടെ ചിതയിൽ ഉറ്റി വീണാൽ അതിനേക്കാൾ പ്രിയങ്കരമായൊരു സമ്പാദ്യം ലോകത്ത് വേറെ ഇല്ല. അതിന് പറ്റാത്ത മക്കൾ നിങ്ങൾക്ക് എത്ര IAS-കാരുണ്ടായിട്ടും ഒരു കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അത് നല്ല ലക്ഷണമാണ്. അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. എല്ലാ മരുന്നിനും സൈഡ് എഫക്റ്റ് ഉണ്ടാവുമല്ലോ. നമ്മൾ വിദ്യാഭ്യാസം കൂടി, കേരളത്തിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച ആളുകൾ. കേരളത്തിലെ എല്ലാ ആർട്സ് കോളേജിലും സീറ്റ് ഒഴിവാൻ, എല്ലാ എഞ്ചിനീയറിംഗ് കോളേജും പൂട്ടാൻ പോവാൻ, വാടക കൊടുക്കാൻ പോവാൻ. കേരളത്തിൽ ആളില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. എനിക്കറിയാം, നമ്മളെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ഫിസിക്സിന് അപ്ലൈ ചെയ്ത് ഒരു കുട്ടി മാത്രമാണ്. കാരണം ഡിഗ്രി വിദ്യാഭ്യാസം കേരളത്തിൽ ഷിഫ്റ്റ് ചെയ്തു പുറത്തേക്ക്, യൂറോപ്പിലേക്ക്. പക്ഷേ പകരം ഇവിടെ സംഭവിച്ചത്, ചെറുപ്പം നാട്ടിലില്ല, വൃദ്ധരാണ്, വയസ്സാണ്. 7 മണിയായാൽ അങ്ങാടിയിലോ നടക്കാൻ പേടിയാണ്. കാരണം അങ്ങാടിയുടെ ചടുലത അവസാനിച്ചു. വൃദ്ധരാണ്, പ്രായമായ ആളുകളാണ്. അങ്ങനെ പ്രായമായ ആളുകളുണ്ടാവും. വിദ്യാഭ്യാസം നമ്മൾ നേടുമ്പോൾ ഈ പ്രായമായ ആളുകളെ കൂടി ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർത്തിയാവുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ വാദി റഹ്മാൻ എന്ന് പറയുന്ന ഈ സ്ഥാപനം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി IAS-കാരനാക്കാം എന്നൊരു പക്ഷേ പറഞ്ഞു തരില്ല. പക്ഷെ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരും, നിങ്ങളുടെ കുട്ടി ഈ സ്ഥാപനത്തിൽ 10 കൊല്ലം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ ഒറ്റക്കാക്കി നിങ്ങളുടെ കുട്ടി നിങ്ങളെ ഉപേക്ഷിച്ച് ഒഴിവായി പോവില്ല എന്ന ഗ്യാരണ്ടി ഈ സ്ഥാപനം നൽകും. ഈ സ്ഥാപനത്തിൽ പഠിച്ച ഒരു കുട്ടി ഒരാളുടെ അടുത്ത് കൈക്കൂലി വാങ്ങില്ല എന്ന ഗ്യാരണ്ടി തരും. ഈ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടി ഡോക്ടറാണെങ്കിൽ അയാൾ മാറി സർജറി ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരും. കിഡ്നിക്ക് സർജറി ചെയ്തിട്ട് അല്ലെ കയ്യിന് സർജറി ചെയ്ത് കിഡ്നി മോഷ്ടിക്കുന്നവനും ഡോക്ടറാണ്, MBBS-കാരനാണ്, വിവരമുള്ളവനാണ്. മോശം പാലം കെട്ടി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് മുറിഞ്ഞു പോകുന്ന പാലങ്ങൾ അയാൾ എഞ്ചിനീയറാണ്, അയാൾ വിദ്യാസമ്പന്നനാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജോലി മതിയാക്കി പോകുന്ന സമയത്ത് 5:30 മണിയാവുന്ന സമയത്ത് ആക്സിഡന്റ് പറ്റി കിടക്കണ ഒരു മനുഷ്യൻ, അയാൾ തൻ്റെ പേഴ്സും മൊബൈലും എടുത്ത് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. ജീവിതത്തിന് വേണ്ടി പെടയാണ്. എന്തിനാണിത് വലിച്ചെറിഞ്ഞത്? ഇതിൽ പൈസയുണ്ട്, ഈ മൊബൈൽ വിറ്റോ എന്നെ രക്ഷിക്കൂ എന്നാണ് പറയണത്. പറയാൻ ആവതില്ല. പക്ഷേ പിറ്റേ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചത് ആ മനുഷ്യൻ മരിച്ചു എന്ന വാർത്തയാണ്.
100% വിദ്യാസമ്പന്നരാണ്. സെക്രട്ടേറിയറ്റിന് ജോലി മതിയാക്കി പോകുന്ന ആളുകൾ. ഈ മനുഷ്യന്റെ രക്തത്തിൽ എത്ര മൂലകങ്ങളുണ്ട് എന്നവർക്കറിയാം. കണ്ണീരിൽ എത്ര സോഡിയം ക്ലോറൈഡ് ഉണ്ട് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കണ്ണീരൊലിപ്പിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിന്റെ വേദന അത് പാഠപുസ്തകത്തിലില്ല, ഫിസിക്സിലില്ല, ബയോളജിയിലില്ല, കെമിസ്ട്രിയിലില്ല. ആ വേദന നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ മനസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ പാഠശാലയാണ് വാദി റഹ്മ എന്ന് പറയുന്ന പാഠശാല. അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളാണ് എൻ്റെ മുന്നിൽ അധ്യാപകർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഗേറ്റ് കടന്ന് 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞ് പോകുന്ന കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നെടുവീർപ്പെടാം. ആ കുട്ടി സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ എത്തിക്കില്ല. നമുക്ക് വിദ്യാഭ്യാസം കൂടിയതിന് ശേഷമാണ് മാതാവും പിതാവും വൃദ്ധസദനത്തിലെത്തിയത്. പേരക്കുട്ടികൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏതോ ഒരു കുട്ടി ടൂറ് പോയി വൃദ്ധസദനം കാണാൻ തൻ്റെ വല്യമ്മയെ, തൻ്റെ മുത്തച്ഛനെ, മുത്തശ്ശിയെ എവിടെയാണ് കണ്ടത്? ടൂറ് പോയ വൃദ്ധസദനത്തിലാണ്. കെട്ടിപ്പിടിച്ച് അവരാശ്വസിപ്പിക്കുന്ന രംഗമുണ്ട്. കാരണം സ്വന്തം പിതാവ് സ്വന്തം അമ്മയെ നാടുകടത്തിയത് ഈ കുട്ടി അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഉള്ള ആളുകൾ ഇന്ന് വൃദ്ധസദനങ്ങളും ഇത്തരം കേന്ദ്രങ്ങളും കൂടിയത് നമ്മൾ വിദ്യാഭ്യാസം കുറഞ്ഞപ്പോഴല്ല, വിദ്യാഭ്യാസം കൂടിയപ്പോഴാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികളെ നമുക്ക് ചേർത്ത് പിടിക്കുന്ന സമ്പാദ്യങ്ങളാവണം. അവരുടെ ഗുണകാംക്ഷയോടുകൂടി അവിടെ തിരുത്തണം. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട് 63 കൊല്ലം പ്രവാചകൻ ജീവിച്ചു. 7 മക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 7 മക്കൾ ജീവിച്ചിരിക്കെ 6 മക്കളെയും മയ്യത്ത് കുളിപ്പിച്ച പിതാവാണ് മുഹമ്മദ് മുസ്തഫ. 7 മക്കളെയും മയ്യത്ത് നിസ്കരിച്ച 6 മക്കളെയും മയ്യത്ത് നിസ്കരിച്ച പിതാവാണ്. 6 മക്കളെയും മറമാടിയ പിതാവാണ്. ഒരു കുട്ടി മാത്രമേ മരണശേഷം ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെ സ്വന്തം കുട്ടികളെല്ലാം താൻ ജീവിച്ചിരിക്കെ മരിച്ചു പോകുന്നത് കണ്ടുപോയൊരു പിതാവ്. ആ പിതാവ് പറയാൻ, സ്വന്തം മകള് ഒട്ടകപ്പുറത്ത് താഴെ വീണ് ഗർഭം അലസിപ്പോയി, നെട്ടലിന് ക്ഷതമേറ്റു, കിടന്ന കിടപ്പിൽ ഉമ്മയില്ലാത്ത ആ കുട്ടിയെ പരിപാലിച്ച പിതാവാണ് ഹദറത്ത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രവാചക തിരുമേനി പറയാണ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ ആദരിക്കൂ, കാരുണ്യം കാണിക്കൂ, നിങ്ങളവരെ വാത്സല്യത്തോടു കൂടി ചേർത്ത് പിടിക്കൂ. 63 വയസ്സ് ജീവിച്ച് 7 മക്കളുടെ പിതാവായ മുഹമ്മദ് ഒരു കുട്ടിയെയും തല്ലിയിട്ടില്ല, ഒരു കുട്ടിയെയും അടിച്ചിട്ടില്ല, ഒരാളെയും കൈകൊണ്ടടിച്ചിട്ടില്ല. അത് പ്രവാചകന്റെ സവിശേഷതയാണ്. കാരണം അടിച്ചിട്ടൊരു മനുഷ്യൻ നന്നാവൂല. നമുക്ക് തോന്നും അടിച്ചാൽ നന്നാവും എന്ന് തോന്നാൻ, പക്ഷെ അടിച്ചിട്ട് നന്നാവില്ല. നിങ്ങൾ ആലോചിച്ചതോ, അടിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഇതൊരു മെഷീനറി പ്രവർത്തനമാണ്. കാരണം ഇങ്ങനെ സ്വിച്ചിട്ട കൈ പൊന്തും താഴും, ഇതാർക്കും നടത്താം. പക്ഷെ ഒരു കുട്ടിയെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിൽ പങ്കാളികളാവുക എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ നമ്മൾ 3 ഘടകങ്ങളാണ് കുടുംബത്തിൽ. ഒന്ന് മാതാവും പിതാവുമാണ്. അവരെ കാലിനടിയിലാണ് നമ്മുടെ സ്വർഗം. അവരില്ലാതെയായാൽ, അവർ പതറിപ്പോയാൽ, ചിതറിപ്പോയാൽ നമ്മുടെ സ്വർഗമാണ് നഷ്ടപ്പെടുക. വീടിനെ കുറിച്ച് അറബിയിൽ 4 പേരുകളാണ് പറയുക. ഒന്ന് ദാർ എന്ന് പറയും. ദാർ എന്ന് പറഞ്ഞാൽ കറങ്ങിത്തിരിഞ്ഞ് അവസാനെത്തുന്ന സ്ഥലം എന്നാണ്. രണ്ടാമത്തത് മസ്കൻ എന്ന് പറയും, സമാധാന സ്വസ്ഥതയുള്ള സ്ഥലം. മൂന്നാമത്തത് മൻസിൽ എന്ന് പറയും. ചില ഗേറ്റിലൊക്കെ മൻസിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ദുഃഖവും ഭാരവും പ്രയാസവും ഇറക്കി വെക്കുന്ന സ്ഥലം മൻസിൽ. 4ാമത്തെ സ്ഥലം ബൈത്ത്, സുഖമായി കിടന്നുറങ്ങുന്ന സ്ഥലം, സുഖമായി ഉറങ്ങാൻ പറ്റുന്ന സ്ഥലം. അപ്പൊ സുഖമായി ഉറങ്ങാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ മനസ്സിന് സമാധാനം ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പദങ്ങളൊക്കെ അതിനർത്ഥം സൗജ്, സൗജത്ത്, ഇണ, തുണ. വിവാഹത്തിന് അറബിയിൽ പറയുന്ന പേര് നിക്കാഹ് എന്നാണ്. നിക്കാഹ് എന്നാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? മണ്ണിൽ വെള്ളം ലയിച്ചു ചേരുക എന്നാണ്. മണ്ണിൽ വെള്ളം ലയിച്ചു ചേരുക, രണ്ടാൾ ഒന്നായി തീരുന്ന പ്രോസസ്സാണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ. വിവാഹം എന്ന് മലയാളത്തിൽ പദം വേറൊരാൾ വഹിക്കുക എന്നുള്ളതാണ്. ഒരു ബാണ്ടെത്തിയിട്ട് നമ്മൾ ഏറ്റിക്കൊണ്ടുപോകാന്നാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. അതല്ല വിവാഹം. 2 ആളുകൾ ലയിച്ചു തീരലാണ്. ഈ പ്രോസസ്സാണ്, ഇണയും തുണയുമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ 3 ഘടകങ്ങൾ കുടുംബത്തിലുണ്ട്. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങളില്ല എന്ന് പറയില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവും. അവ പുരുഷനത് പരിഹരിക്കാനുള്ള മെക്കാനിസം ഉണ്ട്, സ്ത്രീക്ക് അത് പരിഹരിക്കാനുള്ള മെക്കാനിസം ഉണ്ട്. ആദ്യം അതിന് ഓപ്ഷൻ കൊടുക്കണം. അവളെന്താ ചെയ്യുക? രാവിലെ ഒരാൾ ഓഫീസിക്ക് പോയി തിരിച്ച് വൈകുന്നേരം പോകുമ്പോൾ അയാളുടെ മുഖമൊക്കെ വന്നിട്ട് വീർത്ത് പോയതുപോലല്ല, ദേഷ്യത്തിലാണ്, ദുഃഖത്തിലും സങ്കടത്തിലാണ്.
അപ്പൊ നമ്മൾ ചോദിക്കുക എന്ത് പറ്റി എന്ന് ചോദിക്കും. ഒരു പ്രാവശ്യം ചോദിക്കില്ല, ആവർത്തിച്ച് ചോദിക്കും. ഈ പുരുഷന് ദുഃഖം മലിയിച്ച് കളയാൻ പുരുഷന്റെ ബോഡിയിൽ ഒരു മെക്കാനിസം ഉണ്ട്. അയാളെ കുറച്ചു നേരം ഒറ്റക്ക് വിട്ടാൽ മതി, അത് പരിഹരിച്ച് തിരിച്ചു വരും. ഇത് കുത്തി ചോദിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ദേഷ്യം ഇവിടെ എടുക്കും. കാരണം ആ മെക്കാനിസം പൊട്ടും, ബ്രേക്ക് ചെയ്യും. നേരെ തിരിച്ച് നിങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് പോയ അവസ്ഥയിലല്ല ഭാര്യ, തിരിച്ചു വരുമ്പോൾ മുഖക്കാകെ മാറിയിട്ടുണ്ട്, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാതാണ് കയറിപ്പോയാലോ? ചോദിച്ചില്ല, നേരെ തിരിച്ചാണ്. കാരണം എന്താണ്? ഇത് ഷെയറിങ് ആണ്. ആരുടെ സ്വഭാവം? ഷെയർ ചെയ്യാന്നുള്ള സ്ത്രീയുടെ. നിങ്ങൾ പ്രശ്നം, ലോകത്തെല്ലാ പ്രശ്നവും പരിഹരിക്കാൻ പറ്റുന്ന അമേരിക്കൻ പ്രസിഡന്റോ അല്ലെങ്കിൽ പടച്ച തമ്പുരാനാണെന്ന് കരുതിയിട്ടല്ല ഒരു ഭാര്യയും ഭർത്താവിനോടൊരു കാര്യം പറയാം. പെട്ടെന്ന് എന്താണ് ഇത്? പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മെക്കാനിസമാണ് ഷെയറിങ് എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്, ഏറ്റവും കൂടുതൽ ഖുർആൻ പരിചയപ്പെടുന്നത് സമീ എന്നാണ്, കേൾക്കുന്നവൻ എന്നാണ്. നമ്മളൊന്ന് കേൾക്കേണ്ട ഒരു ബാധ്യത ആർക്കില്ല? ദൈവത്തിനില്ല. പക്ഷെ പിന്നെന്തിനാണ് കേൾക്കുന്നവൻ എന്ന് പറയുന്നത് ചോദിച്ചാൽ, കേൾക്കുക എന്ന് പറഞ്ഞ മാന്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പൊ നമ്മൾ കേൾക്കുക. അപ്പൊ രണ്ട് മെക്കാനിസം ഉണ്ടാവും. കുട്ടികളാണെങ്കിൽ ആ പ്രശ്നത്തെ, അതിൻ്റെ ശരിതെറ്റുകൾ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കണം. കുട്ടികളെല്ലാവരും ചീത്ത പറയാ ഒരേ ട്യൂണിലായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് കുട്ടി രാവിലെ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ പറയണ വാചകം എന്താന്ന് കുട്ടി ബൈഹാട്ടാണ്. ഒരു വാചകം മറന്നാൽ കുട്ടി ഇങ്ങോട്ട് തിരിച്ചു പറയും, ഉമ്മ എന്താന്ന് പറയാത്ത, അമ്മ എന്താന്ന് പറയാത്തെന്ന് പറയും. കാരണം നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം സത്യവും അസത്യവും നീതിയും ഇതൊക്കെ അനുസരിച്ച് വേർതിരിച്ചാവണം. ഒരേ പ്ലാറ്റ്ഫോമിലാവരുത്. ലോകത്തെ ഏറ്റവും വലിയ അനീതി ഒരു ഭരണാധികാരി സ്വന്തം പ്രജയോട് ചെയ്യുന്ന അനീതിയല്ല, സ്വന്തം പിതാവ് സ്വന്തം മക്കളോട്, മാതാവ് സ്വന്തം മക്കളോട് ചെയ്യുന്ന അനീതിയാണെന്ന് പ്രവാചകൻ. ലോകത്തെ ഏറ്റവും വലിയ അനീതി ഒരു ഭരണാധികാരി ചെയ്യുന്ന അനീതിയല്ല. രണ്ടു മക്കളുണ്ട്, ഒരു മകനോട് സ്നേഹം കൂടുതൽ ഒരു പിതാവ് കാണിച്ചു, ഒരു മകളോട് സ്നേഹം കൂടുതൽ ഒരു മാതാവ് കാണിച്ചു. അതാണ് ലോകത്തെ ഏറ്റവും വലിയ അനീതി. കാരണം ഇയാൾ വളർന്നു വന്നാൽ അതിലും വലിയ അനീതി കാണിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീതിപൂർവം മക്കൾക്കിടയിൽ പെരുമാറുക. അതുകൊണ്ട് നമ്മുടെ കുടുംബം സംതൃപ്തിയാവാൻ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഒരുമിച്ചിരിക്കുക. പരസ്പരം പറയാനുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ചിലപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ വിമർശിക്കാണ്ടാവും, ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് പറയാണ്ടാവും, ഉമ്മാനെ കുറിച്ച് മക്കൾക്ക് പറയാണ്ടാവും, ഉപ്പാനെ കുറിച്ച് മക്കൾക്ക് പറയാൻ. അതിനുള്ളൊരവസരം മാസത്തിൽ ഒരിക്കലെങ്കിലും നൽകുക. ഇതാണല്ലോ ഫ്രൈഡേ ഡ്രൈഡേ എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. പരസ്പരം കൂടിയാലോചിച്ച് കാര്യങ്ങൾ രൂപം ചെയ്യുക. അതിൽ ഉപ്പാൻ്റെ അടുത്ത് ഇങ്ങനെ സംഭവിച്ചു എന്ന് മകന് പറയാം. പല വീട്ടിലും ഉപ്പമാര് മക്കളോട് സംസാരിച്ചിട്ട് എത്ര ദിവസമായി? അവരെ ചേർത്ത് പിടിച്ച് സംസാരിച്ചിട്ട് ദിവസങ്ങൾ കുറേ. മുതിർന്ന മക്കളാണെങ്കിൽ മാതാപിതാക്കൾ അവരോട് സംസാരിക്കുന്ന കുറഞ്ഞു വരും. അവർ വിവാഹം കഴിച്ചാൽ ബോധപൂർവം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മകൻ വിവാഹം കഴിച്ചാൽ മാതാവിന് സന്തോഷവും വിഷമവും ഉണ്ടാവും. സന്തോഷം മാത്രമല്ല വിഷമവും ഉണ്ടാകും. കാരണം തനിക്ക് കിട്ടിയ സ്നേഹം പകുത്ത് നൽകുകയാണ്. അപ്പൊ വിഷമുണ്ടാവും. ഈ വിഷമം നമ്മളെ പരിഗണിക്കേണ്ടത്, അവരെ പരിഗണിക്കുക എന്നുള്ളത് പ്രധാനമാണ്. നേരത്തെ നിന്റെ വീട്ടിലേക്ക് ഒരാൾ വരുന്നതിന് മുമ്പ് മാതാവിനെ എങ്ങനെ പരിഗണിച്ചോ അതിനേക്കാൾ കൂടുതൽ പരിഗണിക്കാൻ അപ്പോൾ നീ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ പരസ്പരം പരിഗണന, ആദരവ്, കൂടിയാലോചന, സ്നേഹം, കാരുണ്യം, ഈ വികാരങ്ങൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന കുടുംബങ്ങളാണ് മസാകിനു തർലൗനഹ എന്ന് ഖുർആൻ പറഞ്ഞ കുടുംബം, സംതൃപ്തിയുള്ള കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് സംതൃപ്തിയുടെ ഘടകം എന്ന് പറയുന്നത് പണമല്ല, വസ്ത്രങ്ങളല്ല, സൗന്ദര്യമല്ല, തറവാടല്ല, കുടുംബമഹിമയല്ല. സംതൃപ്തിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് സ്നേഹവും കാരുണ്യവും മാത്രമാണ്. ബാക്കിയൊക്കെ നശിക്കും. ഒരു 17-ാം വയസ്സിൽ എനിക്കുണ്ടായ സൗന്ദര്യം, നിങ്ങൾക്കുണ്ടായ സൗന്ദര്യം 27-ാമത്തെ വയസ്സിൽ ഉണ്ടാവില്ല, 40-ൽ ഉണ്ടാവില്ല. തറവാട് ക്ഷയിക്കും, സമ്പത്ത് കുറയും. രാവിലെ സമ്പത്തുള്ളിടത്ത് വൈകുന്നേരം ഉണ്ടായ സമ്പത്ത് നിഴൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെല്ലാം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം എന്ന് പറയുന്നത് മവദ്ദത്ത്, റഹ്മത്ത്, കാരുണ്യം, സ്നേഹം എന്ന വികാരമാണ്. ഈ വികാരം നശിക്കില്ല.
ഈ വികാരമുള്ള കുടുംബത്തിൽ ഒരിക്കലും അസംതൃപ്തി ഉണ്ടാവില്ല, ഒരിക്കലും ദേഷ്യവും വിദ്വേഷവും വെറുപ്പും ഉണ്ടാവില്ല. ആ കുടുംബത്തിൽ വളരുന്ന മക്കളിൽ ഒരിക്കലും വിദ്വേഷവും വെറുപ്പും, പരമത വിദ്വേഷവും വെറുപ്പും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഈ വെറുപ്പാരാണ്? ഓരോ മനുഷ്യനാണ് പ്രചരിപ്പിക്കുന്നത്. അതെന്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നു? ഓരോ മനുഷ്യനെ നിങ്ങൾ ഒറ്റക്കെടുത്താൽ അവൻ നല്ലവനാണ്. ഒരു മനുഷ്യനെ ഒറ്റക്കെടുത്താൽ സംഘം ചേരുമ്പോഴാണ് മനുഷ്യന്റെ തിന്മകൾ വർദ്ധിക്കുന്നത്, നന്മയും വർദ്ധിക്കുന്നത് അങ്ങനെയാണ്. അപ്പം നന്മ വർദ്ധിക്കണമെങ്കിൽ കുടുംബത്തിൽ ഈ മൂല്യങ്ങൾ ഉണ്ടാവണം. അതിന് ജഗന്യന്താവ് നമുക്കെല്ലാവർക്കും കാരുണ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ സംതൃപ്തിയുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരസ്പരം ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരം പരസ്പരം മാതാപിതാക്കളും ഇണതുളകളും മക്കളും തമ്മിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.